തോബീത്തിന്റെ ഗ്രന്ഥത്തിൽ തോബിയാസിന്റെ വിവാഹത്തിനു ശേഷം തോബിയാസിന്റെ ഭാര്യയായ സാറയുടെ അപ്പൻ റഗ്വേൽ അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന ഒരു ഭാഗമുണ്ട്. തോബീത്തിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ തോബീത്ത് റഗ്വേൽ എന്റെ പുത്രിയെ നിന്റെ കയ്യിൽ ഞാൻ വരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. എല്ലാ വരന്മാരോടും വധുവിന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് ഇതാണ്: എന്റെ പുത്രിയെ നിന്റെ കയ്യിൽ വരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. എന്നാൽ സാറയോട് പറയുന്നത് കുറേയും കൂടി ദീർഘമായൊരു ഉപദേശമാണ് റഗ്വേൽ പറയുന്നത് സ്വന്തം പുത്രിയോട്. ഇനി മുതൽ തോബിയാസിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ, അവന്റെ ബന്ധുക്കളാണ് നിന്റെ ബന്ധുക്കൾ. നിന്നെക്കുറിച്ച് മോശമായതൊന്നും ഞാൻ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. ഒരു പുത്രിക്ക് പിതാവ് നൽകി അയക്കുന്ന ഉപദേശമാണ്: ഞാൻ നിന്നെ ഇത്രയും നാൾ വളർത്തി, ഇനി മുതൽ വരന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ, അവന്റെ ബന്ധുമിത്രാദികളാണ് നിന്റെ ബന്ധുമിത്രാദികൾ, അവന്റെ കുടുംബക്കാരാണ് നിന്റെ കുടുംബക്കാർ. നിന്നെക്കുറിച്ച് മോശമായതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ. അതിനുവേണ്ടി തോബീസ് രണ്ടുപേരും വിളിച്ചു പറയുകയാണ്: നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അത് കേട്ട് കർത്താവിൽ ആനന്ദിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. ജൂഡിനോടും സ്മിതിയോടും ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ജന്മം കൊടുക്കുന്ന കർത്താവിനെയും ബന്ധുമിത്രാദികളെയും പുരോഹിതരെയും സാക്ഷ്യമാക്കി നിങ്ങൾ ഈ ധന്യമുഹൂർത്തത്തിൽ രൂപം നൽകുന്ന ഈ കുടുംബത്തെക്കുറിച്ച് ലോകത്തിന് മുഴുവൻ നല്ലത് മാത്രം കേൾക്കാൻ ഇടയാകട്ടെ. അതിൽ എല്ലാവർക്കും സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണത്തെക്കുറിച്ച് കേട്ടു. ഈ ദിവസങ്ങളിൽ ഒരു മീറ്റിംഗിൽ വെച്ച് സെമിനാറിൽ പെരുമ്പടവം ശ്രീധരനോടൊപ്പം കൂടുവാനിടയായി. പെരുമ്പടവം ശ്രീധരൻ ഹിന്ദുവാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. പക്ഷെ അദ്ദേഹം വിശ്വാസത്തെ, കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പറയുവാനാണ് അവിടെ എത്തിയത്. അദ്ദേഹം പറഞ്ഞു: ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ഏക ദൈവമാണ് ക്രിസ്തു എന്ന്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വിശുദ്ധ നാട്ടിൽ പോവുകയുണ്ടായി. ബെത്ലഹേം മുതൽ കർത്താവ് സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് അദ്ദേഹം കാൽവരിയിലും കർത്താവ് ഉയർത്ത കർത്താവിന്റെ കല്ലറയിലുമൊക്കെ ചെന്നു. അതിനിടയ്ക്ക് വിവാഹം നടന്ന വീടെന്നറിയപ്പെടുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ അത്ഭുതം നടന്നതായി പറയപ്പെടുന്ന കുറച്ച് കൽഭരണികൾ വെച്ചിട്ടുണ്ട്. ഞാൻ വിഷ്ണുനാട്ടിൽ പോയപ്പോൾ അതെല്ലാം കാണുകയുണ്ടായി. കൽഭരണികൾ ആരും ശ്രദ്ധിക്കാതെ പൊടി പിടിച്ച് മാലാല കെട്ടിക്കിടക്കുന്ന കുറച്ച് ഭരണികൾ. സാധാരണ കാഴ്ചക്കാർക്ക് അതൊന്നുമല്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് അതിൽ പല മൂല്യങ്ങളും കണ്ടെത്താൻ കഴിയും. പെരുമ്പടവം ശ്രീധരൻ പറയുകയാണ്: ഞാൻ ആ കൽഭരണികളിൽ എൻ്റെ കൈകൾ കടത്തി നന്നായി കറക്കി, നന്നായി വീഞ്ഞ് കലക്കുന്ന പോലെ ആ കാലിയായ കൽഭരണികളിൽ കലക്കി. എൻ്റെ വിരലുകൾ ഞാൻ മണച്ചു നോക്കി. നല്ല വീഞ്ഞിന്റെ നറുമണം. വിരൽ ഞാൻ നക്കി നോക്കി. നല്ല വീഞ്ഞിന്റെ മാധുര്യം എനിക്ക് കാണാൻ, അനുഭവിക്കാൻ കഴിയും. അദ്ദേഹം പറയാണ്: വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ കൈകൾ മണക്കുമ്പോൾ ആ കാനായിലെ വീഞ്ഞിന്റെ നറുമണവും എൻ്റെ വിരലുകളിൽ ആ വീഞ്ഞിന്റെ
മാധുര്യവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് വളരെ നന്നായി തോന്നി. വിശ്വാസമുള്ള ഒരുവന്റെ പ്രവൃത്തിയായിരുന്നു അത്. നിങ്ങളോട് ഞാൻ പറയുന്നത്, കാനായിൽ ക്രിസ്തു അനുഗ്രഹിച്ച ആ വിവാഹത്തിന്റെ പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരിക്കട്ടെ നിങ്ങളുടേത്. വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ ഭവനത്തിൽ കയറി വരുന്നവർക്ക് സ്നേഹത്തിന്റെ ലഹരി അനുഭവപ്പെടട്ടെ. ആ സ്നേഹത്തിന്റെ, ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ നറുമണം അവർക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് ഒരിക്കലും പറ്റാത്ത ആ വീഞ്ഞായ സ്നേഹം നിലനിൽക്കുന്നതിന്റെ മാധുര്യം വരുന്ന എല്ലാവർക്കും, നിങ്ങളോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ സ്നേഹം വറ്റിപ്പോകാത്ത വീഞ്ഞു പോലെ, അല്ലെങ്കിൽ ഈ സ്നേഹം പച്ചവെള്ളമായി മാറുന്ന സമയങ്ങളുണ്ടാകും. സ്നേഹത്തിന്റെ ലഹരി വിവാഹത്തിന് ശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം കഴിയുമ്പോൾ പച്ചവെള്ളമായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാകും. മാധുര്യവും ലഹരിയും ഒക്കെ നഷ്ടപ്പെട്ട് അതിന്റെ നറുമണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ മാതാവിനെ നിങ്ങൾ ശരണം ഗമിക്കുകയും മാതാവിനോട് പറയുകയും ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. മാതാവ് കർത്താവിനോട് പറയും. എന്നിട്ട് നിങ്ങളോട് വീണ്ടും പറയും, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ വീഞ്ഞിനെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന് സ്നേഹത്തിന്റെ നറുമണവും ലഹരിയും മാധുര്യവും എല്ലാം തിരിച്ചു കിട്ടും. അവിടുത്തെ കുടുംബങ്ങളുടെ നാഥയായ മാതാവ് നിങ്ങളുടെ കുടുംബത്തെ എന്നും അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ വീഞ്ഞ് തീർന്നു പോകാനിടയുണ്ട്. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ സാധ്യതയുണ്ട്. വഴി അറിയാതെ ഒഴുകുന്ന സമയങ്ങളുണ്ടാകാം. സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന അവസരങ്ങളുണ്ടാകാം. അപ്പോഴെല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുനാഥന്റെ അടുക്കൽ പോകുവാൻ, അവൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ, അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അകൽച്ചയുണ്ടാകാതിരിക്കാൻ എപ്പോഴും എ ലിറ്റിൽ മോർ ലവ് വിൽ സോൾവ് എവരിതിങ്. കുറച്ചുകൂടി സ്നേഹം എല്ലാം പരിഹരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സന്ദേഹങ്ങൾ വരുമ്പോൾ അകലാനല്ല നോക്കേണ്ടത്. എ ലിറ്റിൽ മോർ ലവ് വിൽ സോൾവ് എവരിതിങ്. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിയമം, ആപ്തവാക്യം. അല്പം കൂടി സ്നേഹം എല്ലാം പരിഹരിക്കും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അല്പം കൂടി സ്നേഹം എല്ലാം പരിഹരിക്കും. കൃഷ്ണനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയം നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥയായി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ്. ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പരയോടും ചരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച്
നിന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവന്മാർ സന്തോഷവും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവർ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന ഈ കൂടാത്ത യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിനെ പുരോഹിതൻ ധരിച്ചു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷ ജീവിതസാക്ഷിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഈ ജോർജ് ജൂഡിനെയും തെരേസ സ്മിതയെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂടാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങനെ കൃപാവര സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആഹ്ലാദാർവത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ, ആനന്ദിക്കുക പ്രിയപുത്രി. മിശയുടെ സാക്ഷികളിൽ നിന്ന് 2 പേര് എന്ന് പറക്കും. സ്മിതയുടെ അടുത്തൊരാൾ നിൽക്ക്, ജൂഡിന്റെ അടുത്തൊരാൾ. ജോർജ് ജൂഡ്. മിശയുടെ നിയമവും തീർച്ചപ്പെടുന്ന നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ തെരേസ സ്മിതയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. തെരേസ സ്മിത, മിശിഹായുടെ നിയമവും തിരുത്തൽ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോർജ് ജൂഡിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. വലതുകാരം